ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ സിൽക്ക് ത്രെഡ് സ്റ്റഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധനങ്ങൾ ആദ്യം വേണ്ടതൊരു ബൈൻഡാണ്. ഞാൻ നല്ല കട്ടിയുള്ള ബൈൻഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു റെഡ് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. സിസർ, ഹാഫ് സൈഡഡ് ബീഡ്, ഇയറിംഗ് പോസ്റ്റ്, ഇയറിംഗ് നട്ട്സ്, പിന്നെ ഞാനൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഇതുപോലെ ബൈൻഡ് എടുത്ത് ത്രെഡ് ചുറ്റാം. ഇതുപോലെ ചുറ്റി ഒരു 20 ടൈംസ് ചുറ്റിയാൽ മതി. ഒരു ചെറിയ സിൽക്ക് ത്രെഡ് സ്റ്റഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഒരു 20 ടൈംസ് ഒക്കെ ചുറ്റിയാൽ മതി. അതിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ തിക്നെസ് കൂടും, സ്റ്റഡ് കുറച്ച് വലുതാവും. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചുറ്റുന്നതും കൂട്ടാം. ഇനി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് പിടിച്ച് നമ്മൾ അതിൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണ്. നോക്കി ഇതുപോലെ ലെങ്ത് കുറഞ്ഞ ഭാഗം മാറ്റിക്കളഞ്ഞേക്കണം. ഇനി ഈ കട്ട് ചെയ്ത ത്രെഡിൽ 2 എൻഡിലും ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. അത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ച് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒട്ടിക്കണം. എന്നിട്ട് ഇതുപോലെ ടേബിളിലോ അല്ലെങ്കിൽ ബൈൻഡിലോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അവിടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതേപോലെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും വയ്ക്കണം. 3 ഒരേ കണക്കാണ് നമ്മൾ ചുറ്റി വെച്ചേക്കുന്നത്. 3 കൂടി ചേർത്ത് ഞാനൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ഇതുപോലെ ഒട്ടിക്കണം, ചേർത്ത് ഒട്ടിക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് അതിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ഈ 3 ലെയറും കൂടി എങ്ങനെ കെട്ടണമെന്ന് നോക്കാം. ഇതുപോലെ ചേർത്ത് പിടിച്ച് മുടിയൊക്കെ പിന്നുന്ന കണക്ക് ഇതുപോലെ പിന്നി കെട്ടണം. നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം കെട്ടാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല ടൈറ്റ് ചെയ്യുമ്പോൾ ഊരി വരാതിരിക്കാനാണ് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാനും പറ്റും, നല്ല പെർഫെക്റ്റായിട്ട് കെട്ടിക്കിട്ടാനും പറ്റും. നമുക്കിതിൽ പല കളറിൽ ചെയ്യാൻ പറ്റും. ഈ 3 ലെയറിൽ 3 കളറാക്കാം, അല്ലെങ്കിൽ മധ്യത്തെ ഒരു കളറും സൈഡിൽ 2ഉം വേറെ ഒരു കളറുമായിട്ട് ഡബിൾ കളറിൽ ചെയ്യാം, ട്രിപ്പിൾ കളറിൽ ചെയ്യാം. നമ്മളെ ഡ്രസ്സിങ്ങിന് മാച്ചിങ് ആയ രീതിയിൽ ഈ സ്റ്റഡ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിതാ ഇതുപോലെ 3 ലെയറും കൂടെ ചേർത്ത് കെട്ടിക്കഴിഞ്ഞു. അതിൻ്റെ അവസാനം വന്ന ഭാഗം ഇതുപോലെ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്.
എന്നിട്ട് വേണം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതെല്ലാം കൂടി നമ്മൾ കെട്ടിയതെല്ലാം വേസ്റ്റ് ആവും, പിരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്ത് മാറ്റിയ ആ ഭാഗം ഒന്നും കൂടി ഗ്ലൂ തേച്ച് ഒട്ടിക്കണം. ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ച് വയ്ക്കണം. ഞാൻ എൻ്റെ അടുത്ത എൻഡ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നില്ല, ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ മാറ്റണം. അതിനുശേഷം ആ ഭാഗവും ഗ്ലൂ തേച്ച് ഒട്ടിച്ച് വയ്ക്കണം. നല്ല രീതിയിൽ ഗ്ലൂ തേക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. നല്ല രീതിയിൽ ഗ്ലൂ തേച്ച് ഇതുപോലെ ഒട്ടിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഈ ഒരു ലെയർ മതി നമുക്ക് പെയർ ഓഫ് സ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു ലെയർ എടുത്ത് സെയിം ലെങ്തിൽ മടക്കി കട്ട് ചെയ്യണേ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം രണ്ടും ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. സെയിം ലെങ്ത് തന്നെയാണ് നമ്മൾ രണ്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മളൊരു ഹാഫ് എടുത്തു. ആ ഒരു ഹാഫിലാണ് ഫസ്റ്റ് സ്റ്റഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ ഇതുപോലെ ഗ്ലൂ തേക്കണം. ഗ്ലൂ തേച്ച് ഇതുപോലെ ചുറ്റി എടുക്കണം. നമ്മൾ നല്ല ടൈറ്റായിട്ട് പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ഇതുപോലെ പിടിച്ച് ചുറ്റിയെടുക്കണം. നമ്മളിതാ ഇതുപോലെ പ്രസ് ചെയ്ത് ചുറ്റുമ്പോഴത്തേക്കും കറക്റ്റ് റൗണ്ടായിട്ട് മുകളിലോട്ടും താഴോട്ടൊന്നും ആവരുത്, കറക്റ്റ് നമുക്ക് കിട്ടും. ചുറ്റിയെടുത്തതായി ഈ എൻഡിൽ കുറച്ച് ഗ്ലൂ ഒട്ടിച്ച് നല്ല സേഫാക്കി വെക്കണം. പിരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് വയ്ക്കണം. ഫസ്റ്റ് സ്റ്റഡിൻ്റെ ബേസ് റെഡിയായി കഴിഞ്ഞു. നല്ല സിമ്പിൾ സ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ബീഡ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. നമ്മൾ ഹാഫ് സൈഡഡ് ബീഡാണ് വയ്ക്കുന്നത്, ഒരു പേൾ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ ഇതുപോലെ വച്ച് നമ്മൾ ബീഡ് അതിൽ വച്ചൊട്ടിക്കുകയാണ്. ഇത് ഉണങ്ങുമ്പോഴത്തേക്കും ഈ വെള്ള കളർ, ബ്ലൂവിൻ്റെ വെള്ള കളറൊക്കെ അങ്ങ് കളർലെസ് ആവും. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ക്യാൻവാസ് പേപ്പർ എടുത്ത് ഇയറിംഗ് പോസ്റ്റ് അതിനകത്ത് വയ്ക്കുകയാണ്. ഞാൻ നേരത്തെ അതിലൊരു ചെറിയൊരു ഹോൾ ഇട്ടു സെൻറ്ററിലായിട്ട്, എന്നിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്തത്.
ഇനി നമ്മൾ ഈ സ്റ്റഡിൻ്റെ ബേസിൽ കുറച്ച് ഗ്ലൂ ഇതുപോലെ തേച്ച് നിറയെ തേക്കണം. കാരണം അതിൻ്റെ നമ്മൾ ചുറ്റി വെച്ചേക്കുന്ന പിരിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ ഇയറിംഗ് പോസ്റ്റ് വെച്ചേക്കുന്ന ക്യാൻവാസ് പേപ്പർ ഇതിലൊട്ടിച്ച് നല്ല പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസ് ഗ്ലൂ ആവും. മാത്രമല്ല ക്യാൻവാസ് പേപ്പറിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഫസ്റ്റ് സ്റ്റഡ് ചെയ്തത് കണക്ക് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പർ അതിൽ നല്ല പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബേസ് ഗ്ലൂ കവറാവും. അതുപോലെ ക്യാൻവാസ് പേപ്പറും നല്ല ഇറുകിയിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഗ്ലൂ എല്ലാം നല്ല രീതിയിൽ ക്യാൻവാസ് പേപ്പർ ഒട്ടിക്കഴിഞ്ഞു. ഇയറിംഗ് പോസ്റ്റൊക്കെ നല്ല സ്ട്രോങ് ആയി ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ടിന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റഡ് റെഡിയായി കഴിഞ്ഞു. സിൽക്ക് ത്രെഡ് സ്റ്റഡ് റെഡിയായി കഴിഞ്ഞു. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, തീർച്ചയായും ഞാൻ ഷെയർ ചെയ്യും. തന്നെ ഡ്രസ്സിങ്ങിന് മാച്ചിങ് ആയ രീതിയിൽ ഡബിൾ കളറിലും ട്രിപ്പിൾ കളറിലും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.